തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു റെയ്ഡായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു കാരണവുമില്ലാതെ റെയ്ഡ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഇ ഡിക്കാരെ കൊണ്ട് നടക്കുന്നത് BJP-ക്കാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അല്ല, അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ED റെയ്ഡ് തുടരുകയാണ്. അപ്പോൾ ED റെയ്ഡിന് പിന്നിൽ BJP മാത്രമല്ല കോൺഗ്രസും ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ED, കേരളത്തിൻ്റെ ഗവൺമെൻറ്റുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ED, ആ ED വരുന്നത് ഈ പറയുന്ന BJP മാത്രമല്ല കോൺഗ്രസ്, സതീശനും കൂടി അതിൽ പറഞ്ഞിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന വീണ കുമാരി, രാജകുമാരി വീണ, രാജാവ് വിജയൻ്റെ മകൾ രാജകുമാരി അല്ലേ, ആ രാജാവ് വിജയൻ്റെ മകൾ രാജകുമാരി വീണയുടെ ഭർത്താവ്, അതായത് അടുത്ത രാജാവാകാൻ യോഗ്യതയുള്ളവൻ, ആ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ അടങ്ങിയ 10-8ഓളം ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടക്കുകയാണ്. എന്താ കാര്യം? അത് വേറൊന്നുമല്ല, അത് രാജാവിൻ്റെ വീട് കഴിഞ്ഞ തവണ റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് രാജകുമാരിയുടെ ഒരു ഡയറി കിട്ടി. ആ ഡയറിയിൽ രാജകുമാരി എന്തുണ്ട്, ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള നിയുക്ത രാജകുമാരൻ്റെ കൂട്ടുകാരുടെ പേരുകൾ അവർക്ക് നൽകിയത്, അവരുടെ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒക്കെയുണ്ട്. എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത് ഈ പറയുന്ന രാജ്ഞിയുടെ പെൻഷൻ കാശ് ഉപയോഗിച്ചൊരു കമ്പനി രാജകുമാരി തുടങ്ങിയിരുന്നല്ലോ. ആ രാജകുമാരി ആ കമ്പനി തുടങ്ങിയപ്പോൾ അവിടുന്ന് കിട്ടിയത്, രാജാവിൻ്റെ വക അവിടെ ഇങ്ങനെ മാസപ്പടിയായിട്ട് വന്നുകൊണ്ടിരുന്നത്, അത് നിക്ഷേപിച്ച പല ഈ ഭർത്താവിൻ്റെ കൂട്ടുകാർ, അവരുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടക്കുക. ഭർത്താവിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഏതോ കോർപ്പറേറ്റുകാരാണെന്ന് അല്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ബ്രാഞ്ച് കമ്മിറ്റി നേതാക്കൾ ഒക്കെ ആയിട്ടുള്ള പല ആളുകളുമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ചില സംരംഭങ്ങളിൽ ഈ പറയുന്ന രാജകുമാരി ഷെയർ ഇട്ടിരിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ ED റെയ്ഡ്. ഇപ്പോൾ ED റെയ്ഡ് വരുമ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു മനസ്സിലായത്. ഇന്നലെ ഈ പറയുന്ന രാജകുമാരിയുടെ ഭർത്താവ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വല്ലാത്ത നാറ്റാണ് എന്ന്. അപ്പം ഞാനിങ്ങനെ കരുതാണ്, ഭയങ്കര ഒരു എന്താ പറയേണ്ടത്, പ്രത്യേക കഴിവുള്ള വ്യക്തിയാണ്, മനസ്സിലായില്ലേ? സൂപ്പർ പവറുള്ള വ്യക്തിയാണ് ആര്? ഈ പറയുന്ന രാജകുമാരിയുടെ ഭർത്താവ്. കാരണം എന്താ, ED റെയ്ഡ് വന്നു, തീട്ടത്തിന് പിന്നെ നാറ്റമല്ലാണ്ട് മണം ഉണ്ടാവില്ലല്ലോ. ED റെയ്ഡ് വന്നപ്പോൾ തന്നെ വയറ്റിനോക്ക് തുടങ്ങി. ഇത് ആകെ വയറ്റിനോക്ക് തുടങ്ങിയെന്ന് മാത്രമല്ല, ഇത് ആകെപ്പാടെ അത് പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ അങ്ങോട്ട് പൈപ്പ് തുറന്ന പോലെ അങ്ങോട്ട് ചീറ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ തീട്ടത്തിൻ്റെ നാറ്റം, ED പേടിയാലും തൂറിപ്പോയത്, ആ തീട്ടത്തിൻ്റെ നാറ്റത്തെക്കുറിച്ചാണ് രാജകുമാരിയുടെ ഭർത്താവ് ഇന്നലെ പറഞ്ഞ നാറ്റമാണ് എന്ന് പറഞ്ഞില്ലേ. അത് ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 10 വർഷക്കാലം വളരെ കൃത്യമായി ഞാൻ പലതവണ പറഞ്ഞതാ, വീണ്ടും അത് ആവർത്തിക്കുകയല്ലാതെ വേറെ വഴിയില്ല. ഒരൊറ്റ സെൻറ്റൻസ്, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് ഏറ്റവും അധികം നേട്ടം കൊയ്ത വ്യക്തി എന്ന് പറയുന്നത് ഈ മരുമോൻ റിയാസ. MLA ആയി, മന്ത്രിയായി, മോളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്ത്, പോരാത്തതിനോ ഇഷ്ടം പോലെ ഈ പറയുന്ന ഫണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കസേരയുണ്ട്, പരിവാരങ്ങളുണ്ട്, ഭാര്യയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിച്ചു കൊടുത്ത്, മാളെ കെട്ടിച്ചും കൊടുത്ത്, കമ്പനി നടത്താൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എത്ര കമ്പനി വേണമെങ്കിലും തുടങ്ങാം. ക്യാപിറ്റൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നേട്ടം കൊയ്ത വ്യക്തി എന്ന് പറയുന്നത് ഈ മുഹമ്മദ് റിയാസ, എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ആ 10 വർഷക്കാലം ഞാൻ പലതവണ പറഞ്ഞതാണ്, പിണറായി വിജയൻ ഭരിച്ച 10 വർഷക്കാലം കേരളത്തിനൊരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ 10 വർഷത്തെ ഭരണം ഈ പറയുന്ന കമല, വീണ, ചെറുമകൻ, മരുമോന്,
വിവേക് ഈ കുടുംബത്തിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം പണിയെടുത്തത് എല്ലാ അർത്ഥത്തിലും. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഈ അഴിമതിയുടെ എന്ന് പറഞ്ഞാൽ ഒരു മഹാ കൂമ്പാരാണ്. ഇപ്പോൾ നിങ്ങൾ ഈ റിപ്പോർട്ടർ ടി വിയുടെ ഒരു 22 കോടി രൂപ 22,68,00,000 രൂപയുടെ ഒരു GST വെട്ടിപ്പിൻ്റെ ഒരു കേസുണ്ട്. ആ കേസിൽ ഇന്നലെ ചാർജ് മെമ്മോ കൊടുത്തിട്ടുണ്ട് 3 ഉദ്യോഗസ്ഥർക്ക്. എന്ന് പറഞ്ഞാൽ ഈ GST പിരിക്കാതെ അത് ഒഴിവാക്കി കൊടുത്തത് ഉത്തരവാദികളായ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ആ ചാർജ് മെമ്മോ കൊടുത്തതിൽ ഒരാളെന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട പയ്യന്നൂരിലെ സിറ്റിംഗ് MLA ആയിരുന്ന TI മധുസൂദനൻ എന്ന് പറയുന്ന CPMകാരൻ്റെ രക്തസാക്ഷി ഫണ്ട് കൈയിട്ട് വാരിയവൻ്റെ ഭാര്യയാണ് ഈ പറയുന്ന ചാർജ് മെമ്മോ കിട്ടിയവരിൽ ഒരാൾ. മനസ്സിലായോ? ഞാനിത് പറയുന്നത് എന്തിനാ വെച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊള്ളയുടെ ഒരു വലിയ മലവെള്ളപ്പാച്ചിലായിരുന്നു. ഇപ്പോൾ ആ കൊള്ളകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഈ പുറത്തേക്ക് വരിക. ഒരു ഭാഗത്ത് ഈ പറയുന്ന മാസപ്പടി, മറ്റൊരു ഭാഗത്ത് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുള്ള പല കള്ളപ്പണം വെളുപ്പിക്കലും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുമ്പോൾ ഇവർ വലിയ അസ്വസ്ഥരാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരിക എന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പും സൂചനകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട്. അന്വേഷണം ഇവിടം വരെ പോകുന്നുണ്ട്, അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്, അന്വേഷണം അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്, അന്വേഷണം നിന്നു പോയിട്ടില്ല എന്നും അറിയുന്നുണ്ട്. അപ്പോഴാണ് ഈ നാറ്റടിക്കുന്നത്. കാരണം എന്താ? കാരണം ബാറ്റിൽ നിന്ന് അങ്ങനെ പോവാണ്. ഇത് പിടിച്ചു വെക്കാൻ പറ്റൂലല്ലോ. ലൂസ് മോഷൻ അല്ലെങ്കിൽ പിടിച്ചു വെക്കാം, ബാറ്റിൽ നോക്ക് ഇളകിയിട്ടില്ലെങ്കിൽ പിടിച്ചു വെക്കാം. ഇത് ബാറ്റിൽ നോക്ക് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു വെക്കാൻ പറ്റുമോ? പിടിച്ചു വെച്ചാലും നടക്കുമോ? അതങ്ങോട്ട് ചീറ്റി തെറിക്കൂലേ? അതന്നെ അവസ്ഥ. ഇപ്പോൾ അതാണ് ഈ മരുമോൻ പറയുന്നത്. നാറ്റം എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ നാറ്റം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ആ നാറ്റം. മരുമോൻ പറഞ്ഞ നാറ്റം ഈ നാറ്റാണ്. അല്ലാതെ മരുമോന് വേറെ ഇതാണെന്ന് ഇപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ലല്ലോ. ബാറ്റിൽ നോക്ക് പിടിച്ചിട്ട് ഞാൻ ആകെ തൂറി ഇരപ്പാക്കിയടാന്ന് ഇപ്പോൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്തേ ബാറ്റിൽ നോക്കിനുള്ള കാരണം എന്താ? കാരണം ഭാര്യയ്ക്ക് മകൾക്ക് മകളുടെ കുടുംബം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിരുന്നു. അതുകൊണ്ട് അവൾ ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് വിജയൻ അങ്ങോട്ട് അറിഞ്ഞ് മനസ്സറിഞ്ഞ് ചെയ്തു കൊടുത്തതാ. അതിപ്പോൾ എല്ലമ്പാടെ പണിയായിട്ടുണ്ട്. ഇത് തീരാത്ത റൈഡാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ബാക്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുക. ആരാണ് എപ്പാണ് ഉള്ളിൽ പോകുക എന്ന് പറയാൻ പറ്റൂല. ഏത് സുപ്രഭാതത്തിൽ ഏത് സെക്കൻഡും അകത്ത് പോകാൻ തയ്യാറായി നിന്നേ മതിയാവൂ. കാരണം മുങ്ങാൻ പറ്റൂലല്ലോ. വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ മുങ്ങാം. അപ്പോൾ അർജുനായെങ്കിക്ക് മുങ്ങാം, വീണക്ക് മുങ്ങാൻ പറ്റുമോ? മുഹമ്മദ് റിയാസിന് മുങ്ങാൻ പറ്റുമോ? ഒളിവ് പോകാൻ പറ്റുമോ? എത്ര ദിവസം ഒളിവ് പോവും? വലിയ ഇടങ്ങാറല്ലേ? അപ്പോൾ ഈ ഇടങ്ങാറിൽ അങ്ങനെ പോവുകയാണ്. കൗവീനത്തിൽ 1, 2, 3 ഒക്കെ പോകുന്നുണ്ടെന്നാണ് പറയണേ. അപ്പം ഇതെല്ലാം പാടങ്ങോട്ട് പോയിട്ട് ഈ നാറിയിട്ട് നിൽക്കാൻ വയ്യെന്ന്. അതാണ് റിയാസ് പറഞ്ഞ ഈ നാറ്റം. ആ നാറ്റം എന്താണെന്ന് സംഭവം റിയാസ് ഇന്നലെ പറഞ്ഞ്. പക്ഷെ ഇന്നാണത് മനസ്സിലായത് നാറ്റത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്. നാറാതെക്കുവോ? ബാറ്റിൽ നിന്ന് പോകാതെക്കുവോ? കാരണം എന്താ? ആദ്യം പിണറായി വിജയൻ അവിടെ നിന്ന് ഡയറി കിട്ടുന്നു, ഡയറിയിൽ ഇവരെ പേരുണ്ടാകുന്നു, അത് നേരെ ഭർത്താവിൻ്റെ കൂട്ടുകാരിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഓരോന്ന് ഇതിൻ്റെ ഇങ്ങനെ തെളിവുകൾ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. അപ്പം നാറാതിരിക്കൂല. പക്ഷേ റിയാസ് ഇന്നലെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എന്താ ഇപ്പം ഇങ്ങനെ നാറാൻ മാത്രം ഇത്ര നാറ്റം ഉണ്ടാകാൻ എന്താ കാരണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ നാറ്റത്തിൻ്റെ കാരണം എനിക്ക് കിട്ടിയത്. ഇതാണ് ആ നാറ്റത്തിനുള്ള കാരണം എന്ന് പറയുന്നത്.